എന്താ പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ? ഡോണ്ട് ദേ ലൈക്ക്? ഹലോ എവരിവൺ, വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളും അവിടുത്തെ സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ട്രിപ്പ് പ്ലാനേഴ്സിന്റെ മറ്റൊരു കിടിലൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. അതെ, മൊറോക്കോയിലോട്ടല്ലേ പോണേ? അതെ, അവിടെ ഉള്ളതെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ചില്ല് വൈബായിട്ടുള്ള കുറച്ച് നൈസ് ഈ സ്റ്റൈലിഷ് ഒക്കെ പറയുന്നത് നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ ഈ പ്രസന്റേഷൻ ഒന്ന് മാറ്റിക്കൂടെ? ചുമ്മാ ഇത് ഉള്ള വ്യത്യസ്തം. Hello guys, welcome to the next episode of Trip Planner sponsored by Gokai Travels and Tours. Coefficient of linear expansion is the position of the hemoglobin in the atmosphere. നമുക്ക് ഇത്ര ഇംഗ്ലീഷ് ഒക്കെ വേണോ? നമ്മുടെ ഓഡിയൻസ് കൂടുതലും മലയാളീസ് ആണ്, എന്നാലും കുഴപ്പമില്ല അല്ലേ? ഓക്കെ, നമ്മൾ ഇന്ന് പോകുന്നത് അറേബ്യൻ സഞ്ചാരി ഇബ്നു ബത്തൂത്തയുടെ നാട്ടിലേക്ക്. അതായത് ഈ യൂറോപ്പിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ആഫ്രിക്കൻ കൺട്രിയാണ് ഗൈസ് ഈ മൊറോക്കോ എന്ന് പറയുന്നത്. അതെ ഗൈസ്, വടക്കൻ ആഫ്രിക്കയുടെ അറ്റത്തായി അറ്റ്ലാന്റിക് സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു കുഞ്ഞു രാജ്യം, സ്മോൾ കൺട്രിയാണ് മൊറോക്കോ. സഹാറ മരുഭൂമിയുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിലും നല്ല അടിപൊളി കാലാവസ്ഥയും നല്ല എന്താ പറയാ നല്ല ഭംഗിയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് മൊറോക്കോയിൽ കൂടുതൽ. അതായത് ഈ ക്യാപിറ്റൽ റബാത്ത ആണെങ്കിലും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വലിയ സിറ്റി എന്ന് പറയുന്നത് കാസബ്ലാങ്കയാണ് ഗൈസ്. കാസബ്ലാങ്ക. അതെ, ഈ മൊറോക്കോയ്ക്ക് ഒരു ചരിത്രമുണ്ട്. 1912 ഈ ഫ്രഞ്ചുകാരും സ്പെയിൻകാരും ഒക്കെ മൊറോക്കോ പിടിച്ചടക്കി. പിന്നീട് 1956 ഫ്രഞ്ചുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. അന്ന് സുൽത്താൻ മുഹമ്മദ് 5 അദ്ദേഹമാണ് ഈ പുതിയ രാജ്യത്തിന് രൂപം നൽകിയത്. അവിടുന്ന് ഇങ്ങോട്ട് ഇന്ന് കാണുന്ന ഈ മൊറോക്കോയുടെ രാജ്യം വളർന്നതിൽ അദ്ദേഹത്തിന് വളരെ വലിയ പങ്കുണ്ട്. അതായത് ഈ വർഷം തോറും ക്രോസ് ഓഫ് ടൂറിസ്റ്റ് ആണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല. ചുരുക്കി പറഞ്ഞാൽ പുരാതന സംസ്കാരത്തിന്റെ മനോഹരമായ അവശേഷിപ്പുകൾ, വശ്യമനോഹരമായ കാലാവസ്ഥ, നല്ല രുചിയുള്ള ഭക്ഷണങ്ങൾ, നല്ല അടിപൊളി മനുഷ്യർ, ഇതെല്ലാം കൂടി ഇങ്ങനെ ഒരുപാട് ആകർഷണങ്ങൾ ചേർന്നതാണ് മൊറോക്കോ. മൊറോക്കോയുടെ ഉൾനാമ്പുകൾ തേടിയുള്ള യാത്ര നമുക്ക് മാറ്റിക്കാം എന്താ എനിക്ക് പറഞ്ഞുകൂടെ? ഞാൻ സ്കോർ ചെയ്തില്ല. ഓക്കെ, അപ്പോ കാസാബ്ലാങ്കയിൽ ഫ്ലൈറ്റ് ഇറങ്ങി സിറ്റിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഹസൻ സെക്കൻഡ് പള്ളിയിലൊന്ന് പോവാം. ഓക്കെ, ഈ പള്ളി എന്ന് പറയുന്നത് മൊറോക്കൻ കരകൗശല വിദ്യയുടെ ഒരു നേർക്കാഴ്ചയാണ്. ഇവിടെ ഒരുപാട് വ്യത്യസ്തങ്ങളുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് ഇവിടുത്തെ മിനാരമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ മിനാരമാണ് ഈ ഹസൻ സെക്കൻഡ് പള്ളിയിൽ. 210 മീറ്ററുള്ളത് ഉയരം. 1993 പൂർത്തിയാക്കിയ ഇത് രാജാവ് ഹസൻ രണ്ടാമന്റെ മാർഗനിർദ്ദേശപ്രകാരം മൈക്കൽ പിൻസോ രൂപകൽപ്പന ചെയ്തതും രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള മൊറോക്കൻ കരകൗശല വിദഗ്ധർ നിർമ്മിച്ചതുമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ആൾക്കാർക്ക് സഞ്ചാരം ആളുകൾ അറിയുന്നതാണ് എനിക്കും ഇഷ്ടം. അപ്പോൾ ഗൈസ്, നമ്മൾ പള്ളിയൊക്കെ കണ്ടു, അവിടുത്തെ ആർക്കിടെക്ചറൊക്കെ ആസ്വദിച്ചു, അല്പം ആത്മീയതയൊക്കെ കയറ്റി. അപ്പോൾ നമ്മളിനി അടുത്തൊരു സ്ഥലത്തേക്ക് പോകുന്നത്, സ്ഥലത്തിൻ്റെ പേര് മറാക്കഷ് മദീന. കേട്ടിട്ടുണ്ടോ? ഇല്ല, കേൾക്കാൻ ഒരു സാധ്യതയില്ല. ഈ മറാക്കഷ് മദീന എന്ന് പറയുന്നത് അവിടുത്തെ മൊറോക്കോയുടെ ജീവിതം കണ്ടറിയണമെങ്കിൽ സത്യത്തിൽ ഇവിടെ പോകണം. അതെന്താ, അവിടെ വേറെ ആൾക്കാരൊന്നും വേറെ സ്ഥലത്ത് ജീവിക്കുന്നില്ല? അങ്ങനെയല്ല, ഇവിടെയാണ് ആ നാടിന്റെ സ്പന്ദനം ഇരിക്കുന്നത്. ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. കാരണം അവിടെ നമുക്ക് അവിടുത്തെ തെരുവുകൾ നമുക്ക് എന്താ പറയാ പരമ്പരാഗത കരകൗശല വസ്തുക്കൾ മുതൽ പാമ്പാട്ടികളൊക്കെ കാണാം. ഞാൻ കേട്ടിട്ടുണ്ട് ഈ ചോപ്പ് നഗരം എന്ന് പറയുന്നത്. യെസ്, അതെ, ചോപ്പ് നഗരം എന്നറിയപ്പെടുന്ന ഒരു മൊറോക്കൻ നഗരമാണ് മറാക്കഷ്. പിന്നെ അത് മാത്രമല്ല, ഇതൊരു സെന്റർ പോയിന്റ് ആണ് ഈ മറാക്കഷ് മദീന എന്ന് പറയുന്നത്. അതായത് മെനാറ ഇന്റർനാഷണൽ എയർപോർട്ടും കാസാബ്ലാങ്കയും അവിടുത്തെ നോർത്തിലെ പ്ലേസുകളൊക്കെ ബന്ധിപ്പിക്കുന്ന റെയിൽവേ സർവീസും ഒക്കെ ഇവിടെ. എനിക്കറിയാം. അടുത്ത മറ്റേ സ്പോട്ടുകളിലേക്ക് പോകാൻ എളുപ്പമാണ്. അല്ല, എനിക്ക് മനസ്സിലായി. ഇവിടെ ഈ രാത്രിയൊക്കെ ആകുമ്പോൾ ഈ ആർട്ടിസ്റ്റുകളും ഡാൻസുകാരും പാട്ടുകാരും ഒക്കെ ഒന്ന് ചെറിയ പൊളി മൂടാണ് ഗൈസ്. അവിടെ ഈ രാത്രി നല്ല തിരക്കും മനസ്സിലായി. ആ ഒരു പൊളി വൈബൊക്കെ പിടിക്കാൻ പറ്റിയ സ്ഥലമാണ്. കിടലൻ എന്റർടൈൻമെന്റ് ആണ്. വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് രാത്രി ഡാൻസ് ഒക്കെ കണ്ട് പാട്ടൊക്കെ പാടി അങ്ങനെ ആ നൈറ്റ് മൊത്തം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് പറ്റും. അതിന് കഴിഞ്ഞിട്ട് എക്സ്ട്രാ പൈസ. ഓക്കെ, പിറ്റേന്ന് രാവിലെ നമുക്ക് പോകാനുള്ള ഒരു അടിപൊളി പ്ലേസ് എന്ന് പറയുന്നത് ഷെഫ് ഷൗവീൻ. കേട്ടിട്ടുണ്ടോ? ഇല്ല, ഒരു സാധ്യതയില്ല. ഷെഫ് ഷൗവീൻ എന്ന് പറയുന്നത് മൊറോക്കോയിലെ ഒരു അടിപൊളി നഗരമാണ്. ആകാശത്തെയും സ്വർഗത്തെയും പോലെ തോന്നുന്ന നീല നിറത്തിലുള്ള ബിൽഡിങ്ങുകളാണ് ഇവിടെ മൊത്തം. നീല നിറത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു മൊറോക്കൻ നഗരം.
ഇവിടുത്തെ ഏരിയ വ്യൂ കാണാൻ ഭയങ്കര ഭംഗിയാണ്. അതുകൊണ്ട് തന്നെ നിരവധി സഞ്ചാരികൾ ദിവസവും അവിടെ വരുന്നുണ്ട്. അതെ, നിങ്ങൾ മറ്റേ ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിക്കണം വിചാരിച്ചിട്ട് വായിക്കൊള്ളാത്തൊരു പേരുണ്ട്, അതെന്ത്? Yes, you know, as well as because of the following reasons, Ait Bin Haddou എന്ന് പറയുന്നത് യുനെസ്കോ പൈതൃക പട്ടികയിലുള്ള ഒരു മൊറോക്കൻ പ്രദേശമാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് പഴയകാല കോട്ടകളുടെ ഒരു സമുച്ചയമാണ് സത്യം പറഞ്ഞാൽ Ait Bin Haddou. ഇവിടെ ഈ മൊറോക്കൻ വാസ്തുവിദ്യയുടെ ഒരു പീക്ക് ലെവലാണ് വരുന്നത്. ചരിത്രം പിടിച്ചോതുന്ന വിസ്മയം. കണ്ടിന്യൂ. അതായത് ഈ സഹാറ മരുഭൂമിയാണ് ചുറ്റുമെന്നുണ്ടെങ്കിലും ഈ മൊറോക്കോ ഫുള്ള് ഡെസേർട്ട് ഏരിയ അല്ല ഗൈസ്. അതായത് അവിടെ പച്ചപ്പുണ്ട്, ഹരിതാഭയുണ്ട്, മലനിരകളുണ്ട്, താഴ്വരകളുണ്ട്. അതെ, റിഫ് മൗണ്ടൻസ് എന്ന് പറയുന്നത് ട്രക്കിങ്ങിനും അതുപോലെ സൈക്ലിങ്ങിനും ഒക്കെ പറ്റുന്ന ഒരു അടിപൊളി പ്രദേശം. അത് ഇഷ്ടപ്പെടുന്ന സഞ്ചാരികൾക്ക് അവിടെ തിരഞ്ഞെടുക്കാവുന്നത്. അതിന് പുറമെ നല്ല മലനിരകളുണ്ട്, ബീച്ചുണ്ട്, മരുഭൂമിയിൽ ഒട്ടക സവാരി അടക്കം നിങ്ങളെ മൊറോക്കോ ഒരുക്കി വെച്ച് കാത്തിരിക്കുന്നുണ്ട്. അതായത് ഒട്ടകത്തെ ഉപദ്രവിക്കരുത്. എന്റർടൈൻമെന്റിന് ഹോട്ട് എയർ ബലൂൺസ്. ഈ യൂറോപ്യൻ അറബിക് ഫുഡ്സിന്റെ ഒരു വലിയൊരു യൂറോപ്യൻ അറബിക് അതിന്റെ ഒരു വലിയൊരു സാധ്യത തന്നെയുള്ള ഒരു സ്ഥലമാണ് ഈ മൊറോക്കോ എന്ന് പറയുന്നത്. നമുക്ക് നല്ല കിഡിലൻ ഫുഡ്സ് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോകാൻ പറ്റിയ കൺട്രിയാണ് ഗൈസ് മൊറോക്കോ. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് മൊറോക്കൻ ടാജൻ അവിടുത്തെ ഒരു പരമ്പരാഗത ഡിഷാണ്. ഈ ഉണങ്ങിയ പഴങ്ങളും ഈ മസാലപ്പൊടികളും ചിക്കനും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു മൊറോക്കൻ വിഭവമാണ് മൊറോക്കൻ ടാജൻ. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഇല്ല, എങ്ങനെ ഇങ്ങനെ ആധികാരികമായിട്ട് തള്ളാൻ സാധിക്കും? ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് പടിഞ്ഞാറിന്റെ മെക്ക അഥവാ ആഫ്രിക്കയുടെ ഏതൻസ് എന്ന് പറയുന്ന ഒരു നഗരത്തിലേക്ക്. അതായത് ഗൈസ് യു മീൻ മെക്ക ഓഫ് ദി വെസ്റ്റ് ആൻഡ് ഏതൻസ് ഓഫ് ആഫ്രിക്ക. ഫെസ് സിറ്റി മൊറോക്കോയിലെ രണ്ടാമത്തെ വലിയ സിറ്റിയാണ് ഫെസ് സിറ്റി. 1925 വരെ ഇത് മോഡേൺ മൊറോക്കോയുടെ ഒരു ക്യാപിറ്റൽ സിറ്റി ആയിരുന്നു. ഇന്നിപ്പോ ഫെസ് മെക്കനീസ് എന്ന പ്രവിശ്യയുടെ ഒരു തലസ്ഥാനമാണ് ഈ ഫെസ് സിറ്റി. അതായത് ഗൈസ് ഈ സിറ്റിക്കുള്ളിൽ തന്നെ രണ്ട് ഏൻഷ്യന്റ് അല്ലെങ്കിൽ ഓൾഡ് സബ് സിറ്റീസ് ഉണ്ട് ഗൈസ്. സബ്സിഡി അത് റേഷൻ കട കിട്ടും. സബ് സിറ്റി വേറെ. ഓക്കെ, ഇതെങ്ങനെ വേണ്ട, നമുക്ക് ഇത് അസുഖം മൂടി തുറന്നെടുക്കാം. അപ്പോൾ ഗൈസ്, ഫെസൽ വാലി. ഈ ഫെസൽ വാലി എന്ന് പറയുന്നത് കാൽനട യാത്രക്കാർക്ക് മാത്രമായിട്ട് നീക്കി വെച്ചിട്ടുള്ള ഒരു പ്രദേശമാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മോട്ടോർ വാഹനങ്ങൾ ഇങ്ങോട്ട് കടത്തിവിടില്ല. ഇതിന്റെ ഉള്ളിൽ തന്നെ 9000-ഓളം തെരുവുകൾ ഉണ്ട്. അതായത് വഴിതെറ്റിപ്പോകാൻ ഒരുപാട് വഴികളുണ്ട് ഗൈസ്. അപ്പോൾ വഴിതെറ്റുമ്പോൾ നമ്മളെ സഹായിക്കാൻ അവിടെ ഒരുപാട് പേര് വരും. നമ്മളെ വഴി കാണിച്ചു തരാം, കറക്റ്റ് ശ്രദ്ധിക്കണം. ഒരുപാട് സിറ്റികളുള്ളിൽ ഉള്ളതുകൊണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവരുടെ ഹെൽപ്പ് വേണമെങ്കിൽ വാങ്ങാം. അപ്പോൾ പക്ഷേ അവസാനം അവർ പൈസ വരും. അപ്പോൾ ക്യാഷ് നമുക്ക് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഹെൽപ്പ് വെച്ചിട്ട് ഇങ്ങനെ പോവാം. അല്ലെങ്കിൽ നമുക്ക് ചോദിച്ചു പോവാം. പിന്നെ വേറെ കാര്യമുണ്ട് ഗൈസ്, ഈ ലെതർ. അവിടെ ഈ ലെതർ ഉണ്ടാക്കുന്നത് ഒരു വലിയ സംഭവമാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഈ ലെതർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന മെത്തേഡ്സ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഗൈസ്. അതായത് ഈ നമ്പർ 10 ബിൽഡിങ്ങിനകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ ഈ നമ്മൾ ബിൽഡിങ്ങിനകത്ത് പുറത്തേക്കാണോ? ഓക്കെ, പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ എന്താ ഈ ഒട്ടകം, ആട് തുടങ്ങിയ ജീവികളുടെയൊക്കെ ഈ ലെതർ തൊലി നമുക്ക് ലെതർ ആക്കുന്ന ടാനറിയൊക്കെ കാണാൻ പറ്റും. നൈസ് ഒരു പരിപാടിയാണ്. അങ്ങോട്ട് ഓടിച്ചെല്ലരുത്, പെർമിഷൻ ചോദിച്ചിട്ട് വേണം പോവാൻ. കാരണം അത് വലിയൊരു ഫാക്ടറി പോലെയാണ്. 1000 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണോ ഈ തൊലിയെടുത്ത് ലെതർ ആക്കിയത് അതുപോലത്തെ പ്രോസസ്സ് തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെർമിഷൻ എടുത്തോളാം. അതെ, പക്ഷെ നേരെ കൊണ്ട് കയറി കൊടുക്കരുത്, നല്ല നാറ്റമായിരിക്കും. കൗതുകം കൂടുതലാണെങ്കിൽ എന്ന് മറന്നു നോക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, പിന്നീട് നമുക്ക് ഇവിടുന്ന് ടാനറയൊക്കെ കണ്ട് ഇറങ്ങിയതിന് ശേഷം ഫെസ്റ്റിൽ നമ്മൾ നിർബന്ധമായിട്ട് കണ്ടിരിക്കേണ്ട മറ്റൊരു സ്പോട്ടുണ്ട്. അതാണ് അൽ ഖുറൈൻ യൂണിവേഴ്സിറ്റി. AD 1859 നിർമ്മിച്ച യൂണിവേഴ്സിറ്റി ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള യൂണിവേഴ്സിറ്റികളിൽ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. അടിപൊളി പ്ലേസാണ്. നിർബന്ധമായിട്ടും അവിടെ അഡ്മിഷൻ കിട്ടിക്കാണുമല്ലേ.
ഗൈസ്, അപ്പോ പിന്നെ സമയമുണ്ടെങ്കിൽ നമുക്ക് കറങ്ങാൻ വേറെയും ഒരുപാട് സിറ്റികൾ ഇവിടെ ഉണ്ട്. പക്ഷേ അതിന്റെ പേരൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ മൊറോക്കോയിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു രാജ്യത്തിന്റെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയും ബൈ. എനിക്കിതൊന്നും കണ്ടിക്കാൻ പറ്റുള്ള, ഞാൻ പോണേണ്.